ഇന്നലെ തിരുവനന്തപുരത്ത് ഇഡി റെയ്ഡിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങളും അക്രമ സംഭവങ്ങളും കേന്ദ്ര സർക്കാർ വളരെ ജാഗ്രതയോടെ കാണുന്നു എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിയോടും സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോടും വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വിഷയത്തിൽ രമേശ് ചെന്നിത്തല ഇഡിയെയും അതുപോലെ തന്നെ CPM-നെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രസ്താവനകൾ നടത്തിയത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് പൊതു സംസാരം. ഇത്തരത്തിൽ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടക്കുമ്പോൾ CPM പ്രവർത്തകർ സംഘടിച്ച് എത്തി കരുതിക്കൂട്ടി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി പറയുന്നത്. ഇത് ഒരു പരിധിവരെ ശരിയുമാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജോയ് പറഞ്ഞത് ഇതിൽ CPM പ്രവർത്തകർ കുറവാണ്, പിണറായി വിജയനെ ആരാധിക്കുന്ന പിണറായി വിജയന്റെ ആരാധകരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്തരം കലുഷിതമായ ഒരു അന്തരീക്ഷവും സംഘർഷവും അവിടെ ഉണ്ടായത് എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഈ വിഷയത്തിൽ ഇന്നലെയുണ്ടായ ഈ സംഭവത്തിൽ അതികഠിനമായ തിരിച്ചടികൾ ഇതിൽ പങ്കെടുത്തവർക്കും പ്രവർത്തിച്ചവർക്കും ഇതിന് നേതൃത്വം കൊടുത്തവർക്കും നേതാക്കൾക്കും അടക്കം എതിരെ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വളരെ വിശദമായി തന്നെ ഇതിലെ ദൃശ്യങ്ങൾ, അതുപോലെ ഇനി കൊടുക്കാൻ പോകുന്ന പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും റിപ്പോർട്ടുകൾ ഒക്കെ തന്നെ പരിശോധിച്ച് ഇത് ഒരു ഭീകര പ്രവർത്തനത്തിന് സമാനമായ, രാജ്യദ്രോഹ നടപടിക്ക് സമാനമായ, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ ജോലി തടസ്സപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് ചേരുന്ന ഒന്നല്ല എന്ന നിലയ്ക്ക് കഠിനമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് ഇതിൽപ്പെട്ടവരെയെല്ലാം ആജീവനാന്തം അകത്തിടാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഡൽഹിയിൽ ഒരുങ്ങിക്കഴിഞ്ഞതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പിണറായി വിജയന് എതിരെയല്ല, പിണറായി വിജയന്റെ മകളായ വീണ തൈക്കണ്ടി എന്ന വ്യക്തിക്കെതിരെയാണ് പരാതിയും മറ്റു കാര്യങ്ങളും വരുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ താമസിക്കുന്ന തിരുവനന്തപുരത്തെ ബേക്കർ ജംഗ്ഷനിലുള്ള വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എത്തിയത്. പാണ്ഡ്യാലയിലുള്ള, കണ്ണൂരിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലും പരിശോധനകൾ നടത്തിയിരുന്നു. അവിടെയും ചില പ്രവർത്തകരൊക്കെ തന്നെ, CPM പ്രവർത്തകരൊക്കെ തന്നെ എത്തി എങ്കിലും വലിയ സംഘർഷമൊന്നും അവിടെ ഉണ്ടായില്ല. പോലീസിന് നിയന്ത്രണ വിധേയമായ സംഘർഷമാണ് കണ്ണൂരിൽ ഉണ്ടായത്. തിരുവനന്തപുരത്തെ വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിൽ തീർച്ചയായിട്ടും പങ്കെടുത്ത നേതാക്കളും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇഡിയുടെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തി വധശ്രമത്തിനടക്കമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചനകൾ. സംസ്ഥാന ആഭ്യന്തര വകുപ്പും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും അടക്കം ഈ വിഷയത്തിൽ അമിത്ഷായോട് മറുപടി പറയേണ്ടി വരും എന്നതാണ് ഏറ്റവും പുതിയ ചില വാർത്തകളിൽ നിന്ന് സൂചനകൾ ലഭിക്കുന്നത്.